അതെ അതെ കേൾക്കാം കേൾക്കാൻ പറ്റും കേൾക്കാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. ഫെമിനിറ്റ്യൂഡ് സംഘടിപ്പിക്കുന്ന തദബ്ബുർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തദബ്ബുർ പരിപാടി നമ്മൾ ഫെമിനിറ്റ്യൂഡ് കുറച്ച് മുമ്പേയും നടത്തിയിട്ടുണ്ടായിരുന്നു. തദബ്ബുർ എന്നുള്ള പേരിൽ ഒരു സീരീസ് ആയിട്ട് കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിരുന്നു. പല ആളുകളും അവരുടെ അനുഭവങ്ങൾ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും അത്തരത്തിലുള്ള പരിപാടികൾ നടത്തണം എന്നുള്ള നമ്മളുടെ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് തദബ്ബുറുൽ ഖുർആൻ എന്ന പേരിൽ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം നിങ്ങൾ ജോയിൻ ചെയ്തതിൽ. ഇതിനു മുമ്പുള്ള പരിപാടികൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. യഥാർത്ഥത്തില് തദബ്ബുറും തഫ്സീറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കുക തഫ്സീറുകളാണ് തദബ്ബുർ എന്നായിരിക്കും. തഫ്സീർ എന്ന് പറഞ്ഞാല് ഖുർആനിന്റെ ആയത്തുകള് നമ്മൾ വിശദീകരണത്തോട് കൂടിയിട്ട് അതിനെ എന്താ പറയാ സബബ് നുസൂലുകൾ ഉണ്ടായിരിക്കും ഓരോ ആയത്തുകൾക്കും. എന്താണ് ആ ആയത്ത് ഇറങ്ങാനുള്ള സബബ് കാരണം അതിനെ വെച്ചുകൊണ്ടായിരിക്കും ആ ആയത്ത് വിശദീകരിക്കുക പഠിക്കുക. അത് ഹദീസുകളും ഒക്കെ ഉണ്ടായിരിക്കും, അതിൽ സീറയൊക്കെ വരും. അങ്ങനെയാണ് തഫ്സീറുകൾ ഉണ്ടാവുക. അതിന്റെ പഠനങ്ങൾ അങ്ങനെയാണ് വരിക. ഡീപ്പായിട്ടുള്ള ഓരോ ആയത്തുകളെയും വിശദീകരിക്കുന്നതാണ്. തദബ്ബുർ എന്ന് പറഞ്ഞാല് അത് തഫ്സീറും ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ആയത്തിന്റെ വരികൾക്കിടയിലൂടെയുള്ള അതിനെ മനസ്സിലാക്കലാണ് ശരിക്കും പറഞ്ഞാൽ തദബ്ബുർ എന്ന് പറഞ്ഞാല്. ഇപ്പോ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കലാമുള്ളതാണ് അല്ലെ? അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാമ് എന്ന് പറയുന്നത് ആരോടാ അള്ള സംസാരിക്കുന്നത്? അത് സംസാരിക്കുന്നത് ആരോടാ? നമ്മളോടാണ് അല്ലെ? അപ്പൊ അള്ള നമ്മളോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോടും. ഇപ്പൊ ഞാൻ ഖുർആൻ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഖുർആൻ എന്നോടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരോടും ഖുർആൻ സംസാരിക്കുകയാണ്. അങ്ങനെ വരുമ്പോ ഓരോ ആയത്തും അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ തന്നെയാണ് അതിനെ പഠിക്കുന്നത്. ആ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിശദീകരണം, അല്ലെങ്കിൽ ആ പഠിക്കുമ്പോൾ നമ്മളോട് ആ ആയത്ത് സംസാരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തദബ്ബുർ എന്ന് പറയുന്നത്. അതിനെ അത് ഓരോരുത്തർക്കും അതിന്റെ അവകാശം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. തഫ്സീറിനെ പോലെയല്ല. തദബ്ബുർ എന്ന് പറയുമ്പോൾ ആ ആയത്ത് എന്നോട് എന്താണോ പറയുന്നത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് കിട്ടുന്ന അന്തസത്ത എന്ന് വേണമെങ്കിൽ പറയാം. തദബ്ബുറും തഫ്സീറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെ ഖുർആനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ, അങ്ങനെ തന്നെ ഖുർആൻ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ ഓരോ ആയത്തും നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതിൽ നിന്നുള്ള നമ്മളുടെ എന്താ പറയാ ആ വരികൾക്കിടയിലൂടെ നമ്മളോട് പറയുന്നതാണ് യഥാർത്ഥത്തിൽ തദബ്ബുർ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ള എന്റെ ചെറിയൊരു പഠനത്തിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു ചെറിയ ഒരു കൗതുകം, അതാണ് നിങ്ങളോട് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്താണ് സൂറത്ത് ബക്കറയിലെ 255 ആയത്ത്. അപ്പൊ തന്നെ നിങ്ങളെ മനസ്സിൽ വന്നിട്ടായിരിക്കും. 3-ാമത്തെ ജുസിലാണ് ഇത് വരുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്ത് എന്നതാണ് ഈ ആയത്തിനെ കുറിച്ച് പറയുന്നത്. ആലമുൽ ആയത്തുൽ ഖുർആൻ, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഖുർആനിലെ ഏതാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി അല്ലെ? അതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് ക്ലാസ്സുകളിൽ ഇത് പറയുന്നതായിട്ടും അതുപോലെ യൂട്യൂബിലൊക്കെ ഉള്ള കുറെ ക്ലാസ്സസ് നമ്മൾ അതിനനുസരിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്ന് രണ്ട് ശ്രേഷ്ഠത വേണേ ഞാൻ പറയാം. അതില് ഈ ആയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ നാമം, അതുപോലെ അസ്മാഉൽ ഹുസ്ന വരുന്നുണ്ട്, അതുപോലെ അള്ളാഹുവിന്റെ നാമങ്ങളുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയാ സിഫത്തുകൾ പറയുന്നുണ്ട്. 15ഓളം സിഫത്തുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ്. ആയത്തിന്റെ ഗാംഭീര്യം കൊണ്ട് തന്നെയാണ് അത് അഫ്ളൽ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ അത് ശ്രേഷ്ഠം എന്ന് പറയുന്നത് തന്നെ. ഇപ്പോ പിന്നെ ഉബൈബിന് കഅബ് റളിയല്ലാഹുവിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആയത്ത് ഏതാണ്? അപ്പോ ഉബൈബിന് റളിയല്ലാഹു ഉത്തരം പറയുന്നത് ആയത്തുൽ കുർസി എന്നാണ്. ആ സമയത്ത് അള്ളാന്റെ റസൂല് ആ ഉത്തരത്തിനെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പൊ ആ ഖുർആനിനെ നമ്മളിപ്പോ ആ രീതിയിലാണ് പഠിക്കുന്നത്. ഏതാണ് അഫ്ളൽ, ഏതാണ് ശ്രേഷ്ഠമായ ആയത്ത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അന്ന് അവരുടെ വായനയിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുന്നതാണ് ഏതാണ് അതിൽ ശ്രേഷ്ഠമായത് എന്നുള്ളത്.
അങ്ങനെ ആ ഉത്തരം കേട്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ. നിങ്ങക്ക് കേൾക്കുണ്ടോ? നല്ല ഉച്ചത്തിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ രണ്ടാമതായിട്ട് ഒരു ശ്രേഷ്ഠത പറയുകയാണെന്നുണ്ടെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ബൈത്തുൽ മാലിന്റെ ഒരു ഉത്തരവാദിത്വം അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഉത്തരവാദിത്തം ഒന്ന് ഏൽപ്പിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ സമയത്ത് അബൂ ഹുറൈറ പിന്നെ ആ ഒരു ഇത് ഏറ്റെടുക്കുകയാണ്, ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ആ സമയത്ത് രാത്രി അദ്ദേഹം മയക്കത്തിലേക്ക് ഇങ്ങനെ പോയ സമയത്ത് ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടിട്ട് ഉണരുകയാണ്. അങ്ങനെ നോക്കുമ്പോ ആരോ ഇത് മോഷ്ടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത് കണ്ട സമയത്ത് ഇയാള് ബന്ധിതനാക്കി. അബൂ ഹുറൈറ ഈ കള്ളനെ ബന്ധിതനാക്കി. എന്നിട്ട് പറയാണ്, അപ്പൊ ഈ കള്ളൻ എന്ത് ചെയ്തു വെച്ചാല് അബൂ ഹുറൈറയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും പ്രയാസം ഇന്ന കാരണം കൊണ്ടാണ് ഇത് മോഷ്ടിക്കാൻ വന്നത്. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹുവിന് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ അയാളെ വിട്ടയച്ചു. അത് പിറ്റേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി രാത്രി. ഞാനൊരു കള്ളനെ പിടിച്ചു. പക്ഷെ അയാൾക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വെറുതെ വിട്ടു എന്ന്. അപ്പൊ റസൂൽ അപ്പൊ തന്നെ പറഞ്ഞു, അത് വിട്ടത് വളരെ മോശമായി. കാരണം അത് കള്ളനാണ്. അത് നാളെയും ഇതേപോലെ വരും എന്ന് പറയാണ്. നാളെയും ആ കള്ളൻ ഇതേപോലെ വരും. അങ്ങനെ രണ്ടാമത്തെ ദിവസവും ഇതന്നെ റിപ്പീറ്റ് ചെയ്യാണ്. റസൂൽ പറഞ്ഞതുപോലെ തന്നെ ഈ കള്ളൻ വരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു ഇദ്ദേഹത്തിനെ പിടിക്കുന്നു, പിടികൂടുന്നു. പിടികൂടിയ സമയത്ത് വീണ്ടും ഇയാൾ ഇങ്ങനെ ഇയാളുടെ പ്രശ്നങ്ങൾ പറയുന്നു, അദ്ദേഹത്തെ വിടുന്നു. അങ്ങനെ റസൂലുള്ളാഹിനോട് പിന്നെയും അബൂ ഹുറൈറ റളിയല്ലാഹു പറയാണ്, ഇങ്ങനെ ഒരു ആള് കയറി വന്നു, അയാൾ ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അയാളെ വിട്ടു എന്ന്. അങ്ങനെ റസൂലുള്ളാഹി പറയാണ്, ആ കള്ളൻ നാളെയും വരും എന്നുള്ളത്. വിട്ടത് അബദ്ധമായി, നാളെയും അത് വരും എന്ന് പറയണേ. അങ്ങനെ മൂന്നാമത്തെ ദിവസം വന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു വെച്ചു, ബന്ധിതനാക്കി. എന്നിട്ട് എന്ത് പറഞ്ഞാലും ഇനി വിടൂല എന്നുള്ള രീതി തന്നെ ബന്ധിതനാക്കി. ആ സമയത്ത് ഒരു ഭയങ്കര ജിജ്ഞാസ കുതുകിയായിരുന്നു അബൂ ഹുറൈറ. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അറിവ് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പൊ ഇത് അറിയുന്ന ഈ കള്ളൻ എന്ത് ചെയ്തു, അബൂ ഹുറൈറയോട് പറയാണ്, എന്റെ കയ്യിൽ ഒരു അറിവുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് പകർന്നു തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിടണം എന്ന് പറയാണ്. അങ്ങനെ ഈ കള്ളൻ പറഞ്ഞു കൊടുക്കുകയാണ്, രാത്രി നിങ്ങൾ കിടക്കാൻ നേരത്ത് ആയത്തുൽ കുർസി ഓതുക. അത് നിങ്ങളെ രാത്രി മുഴുവനായിട്ടും പകല് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരേക്കും നിങ്ങളെ അത് പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത്, ഈ ഒരു അറിവ് കിട്ടിയ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു എന്ത് ചെയ്തു, ഈ കള്ളനെ വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സംഭവം പിറ്റേ ദിവസം റസൂലുള്ളാഹിന്റെ അടുത്ത് വിശദമായിട്ട് അബൂ ഹുറൈറ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ പറയുന്ന ഒരു വാചകമുണ്ട്, നിന്നെ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും പറ്റിച്ച് കടന്നു കളഞ്ഞ ആള് ആരാണെന്ന് അറിയോ?
അത് പിശാചായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് റസൂലുള്ള പറയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ അദ്ദേഹം ആ പറഞ്ഞത് കള്ളനാണ്, അത് നുണയാ, ആള് നുണയനാണ്, കള്ളനാണ്. എന്നുവെച്ചാൽ അത് പിശാചാണ്, പക്ഷെ പറഞ്ഞ കാര്യം എന്നുള്ളത് സത്യം. അപ്പോ ആയത്തുൽ കുർസിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനിയിപ്പോ ഒരു പ്രത്യേകത കൂടെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, എല്ലാ നമസ്കാര ശേഷവും ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും, ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? അദ്ദേഹത്തെയും സ്വർഗത്തെയും വേർതിരിക്കുന്ന ഒരൊറ്റൊരു കാരണമാണ്. ആ കാരണം എന്ന് പറയുന്നത് മരണമാണ്. അപ്പൊ എല്ലാ വക്തിലും ആയത്തുൽ കുർസി ചൊല്ലുന്ന ഒരാൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പറയാണ്. പക്ഷെ അതിന് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഞാൻ അത് കേട്ട സമയത്ത് വിചാരിച്ചിരുന്നു, ആയത്തുൽ കുർസി അല്ലേ, എനിക്ക് അറിയണതുമാണ്, എല്ലാ വക്തിലും ചൊല്ലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അത് കുറച്ച് ടഫായിട്ടാണ് ഫീൽ ചെയ്തത്. അത് സ്വാഭാവികമായിട്ട് മറവി സംഭവിക്കുക, അല്ലെങ്കിൽ അത് ചെല്ലാൻ പറ്റാത്ത അവസ്ഥ വരെ, ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് ഒരു ഇത് വരുന്നുണ്ട്. അപ്പം പിന്നെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അത് ചെയ്യാൻ എന്തോ ഒരു തടസ്സമുണ്ട്. അപ്പൊ അത് കുറച്ച് പ്രയാസമുള്ളതായിരിക്കും. എന്നിരുന്നാലും അത് ചെയ്യാൻ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ ആഗ്രഹം ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് അതിലേക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നുള്ള ഈ ആയത്ത് ഞാൻ കേൾക്കുന്നത് എന്റെ ദൈവം ആര് എന്നുള്ളൊരു അന്വേഷണത്തിന്റെ ഒടുവിലാണ്. അപ്പോ നമ്മൾ എപ്പോഴും വിചാരിക്കുമല്ലോ, ദൈവം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാള് എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ കഴിവുള്ള ഒരാളായിരിക്കണം, അല്ലെ? നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളായിരിക്കണം, അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അപ്പം കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ദൈവം എന്നുള്ള സാധനം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോ ആ ഒരു ദൈവത്തെ ഇങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് ഈ ഒരു ആയത്ത് കാണുന്നത്. ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരണോ കാര്യങ്ങളോ ഒന്നും പറയല്ല, കാരണം അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആ ഒരു ആയത്തിന്റെ വിശദീകരണം വരുന്നത്, അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അപ്പൊ ആരാണ് അള്ളാഹ് എന്ന് ചോദിച്ചപ്പോ കിട്ടിയ മറുപടിയാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതൊരു ഭയങ്കര മറുപടിയായിരുന്നു. അപ്പൊ ആ ചോദ്യത്തിന് ഖുർആൻ എന്നോട് പറഞ്ഞതാണ്, അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല. ഒക്കെ ആരാധിക്കാൻ ഒരു ആള് വേണമെങ്കിൽ അത് അള്ളാഹ് മാത്രമേ ഉള്ളൂ. ആ അള്ളാഹ് എങ്ങനെയാണ്? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ജീവിച്ചിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ദൈവം നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴാണ് എന്നോട് പറയണത്, യഥാർത്ഥത്തിലുള്ള അള്ളാഹ് എന്ന് പറയുന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അടുത്ത ആയത്ത് അതിലേറെ പവർഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, അവന് യാതൊരുവിധ ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല എന്ന്. അപ്പം ദൈവത്തിന് ഉറങ്ങാനുള്ള സമയം വിട്ടുകൊടുക്കുന്ന ചില വേളകളും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ദൈവം ഉറങ്ങിക്കോട്ടെ, മനുഷ്യൻ ഉണർന്നിരിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ഉറക്കമോ മയക്കമോ ഇല്ലാത്ത അള്ളാഹുവിനെ, അങ്ങനെ ഒരു ദൈവത്തിനെ പരിചയപ്പെട്ടപ്പം സത്യം പറഞ്ഞാല് എന്താ പറയാ, അതൊരു ഭയങ്കര ഒരു നേട്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആയത്ത് ഇങ്ങനെ വിശദീകരണം വായിച്ച് പിന്നെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവം എന്ന് പറയുന്നത് ഇത്രയും ശക്തിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഭയങ്കര ശക്തിയുള്ള, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു വലിയ ഒരു എന്താ പറയാ, കഴിവുള്ള ഒരു ദൈവം. അപ്പൊ അങ്ങനെ നിന്ന സമയത്താണ് ഞാൻ അടുത്ത ആയത്ത് സത്യം പറഞ്ഞാല് കാണുന്നത്. നമ്മൾ ഭയങ്കര ഇതിലിങ്ങനെ സ്പിരിറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അള്ളാഹ് അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു സ്പിരിറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത ആയത്ത് വരുന്നത് എന്താന്ന് വെച്ചാല്, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം അള്ളാഹ് എന്നോട് പറയാണ് അള്ളാഹ് ആരാണ് എന്നൊക്കെ അള്ളാഹ് അങ്ങനെ പറഞ്ഞു തന്നതിന് ശേഷം രണ്ടാമത് അള്ളാഹ് പറയാണ്, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരുവിധ നിർബന്ധവും ഇല്ലട്ടോ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വധത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഫലപ്രയോഗവും ഇല്ല, സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് കൃത്യമാണത്, സത്യം എന്താണ് അസത്യം എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അവിടെ ഇനി ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് അത് നിങ്ങളാണ്. അത് നിങ്ങളെ ഫലം പ്രയോഗിച്ച് കൊണ്ടുവരാൻ ആരും ഇല്ല. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സാണ് എന്നുള്ളത്. അതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഈ ആയത്തുകൾ പിന്നെ ശൂന്യമായ ഒരു മനസ്സിലേക്ക് ആയത്തിൽ കുറിച്ച് എത്തിക്കഴിഞ്ഞാല്, ശൂന്യമായ മനസ്സ് തന്നെ ഞാൻ പറയട്ടെ കേട്ടോ, കാരണം മറ്റ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ശൂന്യമായ ഒരു മനസ്സ് നിൽക്കുമ്പോൾ അവിടെ ആയത്തിൽ കുറിച്ച് നമ്മൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇനി എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കും. ആ സമയത്താണ് അടുത്ത ആയത്ത് പറയുന്നത്. ഇതും രണ്ടും എന്ത് കണക്ഷൻ ആണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ
ഈ ശൂന്യമായ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആയത്തെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത് കിട്ടേണ്ട ആയത്ത് തന്നെയാണ് ഇത്. മതത്തിലൊരു കാര്യത്തിൽ യാതൊരുവിധ പിന്നെ എന്താ പറയാ നിർബന്ധവും ഇല്ല. മതത്തിന്റെ കാര്യം അതങ്ങനെ ഓപ്പൺ ആണ്. എന്താ വെച്ചാൽ സന്മാർഗവും ദുർമാർഗവും കൃത്യമായിട്ട് വേർതിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു സാധനം ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. മൂന്നാമത്തെ ആയത്ത് ഞാൻ അപ്പോഴൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നീട് ഞാൻ മൂന്നാമത്തെ ആയത്ത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കണക്ഷൻ തോന്നിയിട്ടുണ്ട്. ഈ 3 ആയത്തുകൾ അടുത്തടുത്ത് വരുന്നത്. അതിൽ പറയുന്നത് അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ ഇലദ്ദുലുമാതി ഇലന്നൂർ. അതെന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ആ ഇലദ്ദുലുമാതി ഇലന്നൂർ എന്ന് പറഞ്ഞ ആ സാധനം എന്ന് പറയുന്നത് ഭയങ്കര ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയ സാധനം. കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് തിരിച്ചങ്ങോട്ടും ഉണ്ട്. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. ആ ആയത്തുകളൊക്കെ ചിലപ്പോൾ വിശദീകരിക്കാൻ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വായിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ടായിരിക്കും. നമ്മുടെ മനസ്സിൽ, എന്റെ മനസ്സിലുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാല്, ഇപ്പോ ഇരുട്ട് ഉള്ള കൂരിരുട്ടിനകത്തേക്ക് ചെറിയൊരു വെളിച്ചം വരികയാണ്. ആ വെളിച്ചം വന്ന് 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 ആ വെളിച്ചം മൊത്തം ആ ഇരുട്ടിനെ വിഴുങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ഭയങ്കര ഫീൽ ആയിരിക്കും അല്ലെ? വെളിച്ചം മെല്ലെ 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 വന്ന് ആ ഇരുട്ടിനെ മൊത്തത്തിലേക്ക് വെളിച്ചം വിഴുങ്ങിയെടുക്കും. മൊത്തത്തിൽ ആ ഒരു പ്രദേശം മുഴുവൻ വെളിച്ചമാകുക. അപ്പോ അത് ഫുൾ എന്താണ്, ളുലുമാത്ത് നിന്ന് നൂറിലേക്ക് പോകുന്ന ഒരു സാധനം. അങ്ങനെ തന്നെയാണ് മനസ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിങ്ങനെ ഇരുട്ട്, അള്ളാനെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അള്ളാനെ അംഗീകരിക്കാത്ത ഒരു മനസ്സെന്ന് പറഞ്ഞാല് ളുലുമാത്താണ്, അത് ഇരുട്ടാണ്. ആ ഇരുട്ടിനകത്തേക്ക് അള്ളാഹുവിനെ ഇങ്ങനെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. അള്ളാഹു ആരാണെന്ന് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരുമ്പോ അതിങ്ങനെ വ്യാപിച്ചു വന്ന ആ മനസ്സ് മുഴുവൻ എന്തായി മാറും? നൂറായി മാറും, പ്രകാശപൂരിതമായി മാറും. അത് തിരിച്ചങ്ങോട്ടുമാണ്. അത് പിന്നെ പിശാചിനെ പറ്റി പറയുമ്പോ നമുക്ക് ശരിക്കും എന്താന്ന് വെച്ചാൽ, പിശാജ് നേരത്തെ പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്ന ആ പിശാജ് എത്ര കണ്ണിങ്ങാ, എത്ര സൂത്രക്കാരനാണ്. പിന്നെ അബൂ ഹുറൈറയെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ 3-ാമത്തെ ദിവസം രക്ഷപ്പെടുന്നത്. കാരണം ഒരു ഇൽമ് പറഞ്ഞു തരാം എന്ന് പറയുമ്പോഴത്തേക്ക് അബൂ ഹുറൈറ അവിടെ വീണു അല്ലെ? അദ്ദേഹത്തിനെ ബന്ധിസ്ഥനാക്കിയ അദ്ദേഹത്തെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണോ നമ്മളുടെ മനസ്സ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിശാച് പ്രവർത്തിക്കുക. പിശാച് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊണ്ടുപോകും, നമ്മൾ അറിയൂല. അത് കൊണ്ടുപോയി എന്താന്നറിയാ, നമ്മൾ കൊണ്ടുപോകുന്ന നമ്മൾ അറിയണില്ല. അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ അതിങ്ങനെ ആസ്വദിക്കുക ചെയ്യുക. അത് എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ഒറ്റ തള്ളും. അതുവരേക്കും നമ്മളുടെ കൂടെ ഉണ്ടാവും പിശാച്. നീ ഇത് ചെയ്തോ, നിനക്കിത് ഇങ്ങനെ ഉണ്ടാവും, നിനക്കിത് ഉണ്ടാവും, നീ അതങ്ങനെ ആവും, ഇങ്ങനെ ആവും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എക്സ്ക്യൂസുകൾ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോയി അവസാനം കുഴിയുടെ അടുത്തെത്തുമ്പോൾ ഒറ്റ ഉണ്ടല. നമ്മൾ ആ പടുകുഴിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിശാച് അവിടെ ഉണ്ടാവില്ല. നമ്മൾ ആ കുഴിയിൽ നിന്ന് എത്ര കൈ ഉയർത്തിയാലും എത്ര ആർത്ത് കരഞ്ഞാലും നമ്മളെ രക്ഷിക്കാൻ അവിടെ പിശാച് വരൂല എന്നുള്ളതാണ്. അതുവരെ പിശാച് വരുള്ളൂ. പിന്നെ എനിക്ക് നിങ്ങൾ അറിയൂല, ഞാൻ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ പിശാച് അങ്ങോട്ട് തിരിഞ്ഞു പോകും. നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. അവിടെ നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് അള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. അവിടെ നമ്മള് ആ വീണ് പോയ നിമിഷം ഉണ്ടല്ലോ, എന്റെ കൂടെ ആരുമില്ല, എന്റെ കൂടെ നിന്ന ആള് അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള സാധനം അപ്പോഴാണ് നമ്മൾ അറിയാം. അവിടെ നമുക്ക് വേറെ ആരും ഉണ്ടാവില്ല. പക്ഷെ അള്ള പറയുന്നത്, നിങ്ങൾ ആഴമുള്ള ഗർഭമാണെങ്കിലും കൈ നീട്ടിക്കോ, ഞാനുണ്ട്. അതാണ് അള്ളാന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. അപ്പൊ ആ ദുലുമാത്തിൽ നിന്ന് നൂറിലേക്കുള്ള ആ ഒരു പോക്കുണ്ടല്ലോ, അത് ഭയങ്കര എന്താ പറയാ, അത് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരിൽ തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകളിൽ നിന്ന് മോചനം ചോദിച്ച് ആണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഇങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആയത്ത്, ഈ 3 ആയത്ത് പിന്നെ അടുത്തടുത്ത് ഒരുപാട് സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ആയത്തുകളാണ്. ഈ തദബ്ബുർ എന്നുള്ള പരിപാടി ഓരോരുത്തരും അവരുടേതായ പഠനങ്ങളിൽ നിന്ന് തദബ്ബുർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറച്ചൊരു സമയം സമയം നമ്മൾ എടുക്കുന്നത് അതിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖുർആൻ പഠനത്തിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെമിനിറ്റൂഡായിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈസൽ എന്ന് പറയുന്ന ആള് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അത്
കേൾക്കുന്ന ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്. ആ രീതിയിൽ ആണ് ഫെമിനിറ്റ്യൂഡ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്റെ നമ്പറിലോ അല്ലെങ്കിൽ ഫെമിനിറ്റ്യൂഡിന്റെ നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. അതൊരു അവസരം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോ ഒരു ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇല്ലാത്ത ഫീല് ചിലപ്പോൾ മറ്റാളുകൾക്ക് ഉണ്ടായിന്ന് വരാം. ഓരോ ആയത്തുകളും ഓരോ രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെ? അപ്പോ അത്തരത്തിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു 20 മിനിറ്റിനോ 15 മിനിറ്റിനോ വേണ്ടി നിങ്ങൾ അത് റെഡി ആയാൽ മതി. എന്നിട്ട് ഫെമിനിറ്റ്യൂഡിനെ അറിയിച്ചാലും മതി. ഓക്കെ. അപ്പൊ ഇൻഷാല്ല ഇന്ന് തദബ്ബുർ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ, എല്ലാ ദിവസങ്ങളും നല്ല വരും ദിവസങ്ങളിൽ ഇൻഷാല്ല തദബ്ബുർ നിങ്ങളുടെ മുന്നിലെത്തും. അതൊരു അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കുവാനും നമ്മളുടെ പഠനങ്ങളുടെ എന്താ പറയാ പഠനങ്ങൾ വർദ്ധിക്കുവാനും ഒക്കെ ഒരു കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഹിദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വാലിഹ ഉണ്ടോ? ലൈനിലുണ്ടോ? അതെ അതെ ഉണ്ട് ഐഷത്ത. അപ്പോ നമ്മൾ കൺക്ലൂഡ് ചെയ്യല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോ ഇവിടെ 17 പേര് കൂടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മൾ കുറച്ച് നാളായിട്ട് മുടങ്ങിക്കിടന്ന വലിയൊരു നന്മയുടെ എന്താ ഒരു ചുവടുവെപ്പ് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ് നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പോ ഐഷാത്തയുടെ ഒരു സംസാരത്തിൽ നിന്ന് എന്താണ് ഈ സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓഡിബിൾ അല്ലേ? ക്ലിയർ ആണല്ലോ? പുറത്താണ്, അതുകൊണ്ടാണ്. അപ്പോ നമ്മൾക്ക് അതിന്ന് നമ്മൾക്ക് എന്താണോ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകള് നമ്മളിലേക്ക് ഇറങ്ങിയപ്പോ, നമ്മൾ വായിച്ചപ്പോ നമ്മുടെ മനസ്സിൽ അത് എത്രത്തോളം സ്വാധീനിച്ചു, നമ്മുടെ മനസ്സിൽ വരുത്തിയ മാറ്റങ്ങള്, നമ്മുടെ ചിന്തയിൽ വരുത്തിയ മാറ്റങ്ങള്, നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങള്, നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങള്, അതൊക്കെയാണ് നമുക്ക് ഇവിടെ പങ്കുവെക്കാൻ കഴിയുന്നത്. ഐഷാത്ത പറഞ്ഞ പോലെ അത് ആർക്കും സാധിക്കുന്ന ഒന്നാണ്. ഓക്കെ. അങ്ങനെ ഒരു അനുഭവം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവും. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പോ അങ്ങനെ പങ്കുവെക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ശരിക്കും ഐഷാത്ത ഇത് പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞൊന്നുമില്ല എന്താണ് പറയാൻ പോകുന്നതെന്നൊന്നും. എന്നാലും എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാര്യം ഐഷാത്തയുടെ ഒരു അനുഭവം എനിക്കറിയാം. അപ്പം ഐഷാത്ത പറഞ്ഞിട്ടുണ്ട് ആയത്തുൽ കുർസിയിലൂടെയാണ് അള്ളാനെ മനസ്സിലാക്കുന്നത് എന്ന്. അങ്ങനെ അള്ളാനെ മനസ്സിലാക്കി എന്താ ആ ഒരു ദീൻ സ്വീകരിക്കണം എന്നൊരു തീരുമാനം എടുത്തപ്പോ ഐഷാത്ത പറഞ്ഞൊരു അനുഭവം അത് എപ്പോഴും ഭയങ്കര ഇതായിട്ട് എന്റെ നെഞ്ചില് തറഞ്ഞു കയറിയ ഒരു കാര്യമാണ്. കാര്യം പരിശുദ്ധ ഖുർആനിൽ നിന്ന് അള്ളാനെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അത് എത്രത്തോളം മനസ്സിനെ സ്വാധീനിച്ചു. നമ്മൾ പറയല്ലോ ഈ തവക്കുൽ ഉണ്ടാവണം, അള്ളാഹ് തവക്കുൽ ചെയ്താല് നമുക്ക് എന്തും സാധിക്കും, അള്ളാനെ ഭരമേൽപ്പിക്കുക എന്നൊക്കെ. അപ്പൊ അത് ഐഷാത്തിന്റെ ഒരു അനുഭവത്തില് ശരിക്കും ഐഷാത്ത പറയുണ്ടായി ഇങ്ങനെ അള്ളാനെ മനസ്സിലാക്കി, അപ്പൊ ഇനി അത് സ്വീകരിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അതിന്റെ തയ്യാറെടുപ്പ് എടുത്തിട്ട് ഒരു ബാഗ് സെറ്റ് ചെയ്യാണ് അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ആ ബാഗില് അത്യാവശ്യം എടുത്തു വെച്ച സാധനങ്ങളുടെ കൂടെ കുറച്ച് ന്യൂസ് പേപ്പർ കരുതി വെച്ചു അത്ര. അപ്പൊ ഒന്നുമില്ല മുന്നില്. അള്ളാനെ മനസ്സിലാക്കി, അള്ളാനെ അറിഞ്ഞ് ജീവിക്കണം, അള്ളാന്റെ ഇഷ്ടത്തോടെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രം. അവിടെ മുന്നിൽ ഒന്നുമില്ല, ആരും ഇല്ല. ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹവും അള്ളാഹുവിലുള്ള വിശ്വാസവും മാത്രം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ആ ബാഗിൽ കരുതി വെച്ച ന്യൂസ് പേപ്പേഴ്സ്. കാര്യം നാളെ എവിടെയാണ് എത്തിപ്പെടുക, എവിടെയാണ് കിടന്നുറങ്ങേണ്ടി വരിക, അപ്പൊ ഒന്ന് തല ചായ്ക്കുമ്പോ വിരിക്കാനാണ് ആ ന്യൂസ് പേപ്പർ. എനിക്ക് അപ്പൊ അത് ശരിക്കും അത് ആ ഖുർആനിലൂടെ, ഖുർആനിലെ ആയത്തുകളിലൂടെ അള്ളാഹുവിലുള്ള ആ ഒരു അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു അടുപ്പവും എന്താ അള്ളാഹ് നൽകിയ വാഗ്ദാനത്തിലുള്ള ആ ഒരു വിശ്വാസവും അത് എത്രത്തോളം ആ ഒരു ഹൃദയത്തെ സ്വാധീനിച്ചു, അതിൽ എത്രമാത്രം വലിയൊരു തീരുമാനമാണ് എടുക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ ഉള്ളതിന്റെ ഒരു വലിയ
എന്താ പറയാ വലിയൊരു എക്സാമ്പിൾ ആണ് അല്ലെ? അത് തീർച്ചയായിട്ടും അള്ളാഹ് അങ്ങനെയാണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മളോടൊക്കെ ഈ രീതിയിൽ സംസാരിക്കാന് ഇവിടെ ഐഷാത്ത ഉണ്ടായത്. മാഷാഅല്ലാ ബാറക്കല്ലാ, അത് നിലനിർത്തട്ടെ. നമ്മൾക്ക് ഓരോരുത്തർക്കും അള്ളാഹ് അങ്ങനെ സംസാരിക്കാനുള്ള തൗഫീക്ക് തരട്ടെ, അനുഗ്രഹം തരട്ടെ. പരിശുദ്ധ ഖുർആനില് അള്ളാഹ് നമ്മളോട് സംസാരിക്കുന്ന ഓരോ വരികളും വായിച്ച് മനസ്സിലാക്കാനും അത് ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും അത് മറ്റുള്ളവരോട് പറഞ്ഞ് അവരിലും ആ ഒരു നല്ല മാറ്റം ഉണ്ടാക്കാനും ആ ഒരു തൗഫീക്ക് അള്ളാഹ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അപ്പോൾ ഫെമിനിറ്റ്യൂഡിന്റെ ഈ ഒരു സ്റ്റെപ്പിൽ തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ ഓരോരുത്തരും ഈ കൂടിയ 20 പേരും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അതിന് കഴിയുന്നവരെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ഓരോരുത്തർക്കും മുന്നോട്ട് വരാം. ഓക്കെ, എന്തായാലും വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് ഒരുപാട് നേരമൊന്നും അങ്ങനെ ഇരിക്കേണ്ട, കുറച്ച് സമയം. ഓക്കെ, എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഓരോരുത്തർക്കും ഈ ഒരു സമയം മാറ്റിവെച്ചതിന് തക്കതായ പ്രതിഫലം അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നൽകട്ടെ. അള്ളാഹ് സ്വീകരിക്കട്ടെ. ആമീൻ. ജസാക്കല്ലാഹു ഖൈർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.